ഈ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ജീവന്റെ വഴിയാണ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനോഹരമായി വേഷം കെട്ടി ആടുന്നു പലരും. ദൈവവചനം ചുമക്കുന്നു പലരും. വായിൽ നിറയെ ഹല്ലേലൂയായും സ്തോത്രവും ഉള്ളു നിറയെ സൂത്രവും കൊണ്ട് നടക്കുന്നു പലരും. മനസാന്തിരപ്പെട്ടിട്ടില്ല, അനുതപിച്ചിട്ടില്ല, തെറ്റുതിരുത്തിയിട്ടില്ല, പിണക്കം അവസാനിപ്പിച്ചിട്ടില്ല, വൈരാഗ്യം വിട്ടിട്ടില്ല, രഹസ്യ പാപങ്ങളോട് വിട പറഞ്ഞിട്ടില്ല, കണ്ണിനെ നിയന്ത്രിച്ചിട്ടില്ല, മനസ്സിന് കടിഞ്ഞാണിട്ടിട്ടില്ല. ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരായി പോയില്ലേ? ഏത് വഴിയിലൂടെ നടന്നാലും ചെന്ന് കയറുന്നത് ഒരു പാലത്തിലേക്കാണെങ്കിൽ ഏതിലെ പോയാലെന്താ കുഴപ്പം? പാലത്തിൽ ചെന്ന് കയറാലോ എന്ന് നിങ്ങളുടെ അന്ധക്കരണം മന്ത്രിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. വിധി എഴുതാൻ വരട്ടെ. ഈ പാലത്തിനൊരു പേരുണ്ട്. പാലത്തിന്റെ പേര് ശവപ്പെട്ടി എന്നാണ്. ഇവിടെ ഇടുങ്ങിയും ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും വേദന സഹിച്ചും നിന്നപരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയും പാപത്തെ വെറുത്ത് ജീവിച്ച ദൈവത്തിന്റെ വാത്സല്യ മക്കൾക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത്, മരണത്തിനപ്പുറം കരുതപ്പെട്ടിട്ടുള്ളത് മഹാപ്രകാശത്തിന്റെ, മഹാസന്തോഷത്തിന്റെ, അവർണ്ണനീയമായ ആനന്ദത്തിന്റെ, കണ്ണുനീരില്ലാത്ത നിത്യസ്വർഗമാണ്. എന്നാൽ ഇവിടെ വിശാലമായ വഴിയിലൂടെ പാപസുഖങ്ങളെ ആസ്വദിച്ച് എല്ലാവരോടും തമ്മിത്തല്ലുകൂടി ആവശ്യം പോലെ മദ്യപിച്ച് എല്ലാ ജഡസുഖങ്ങളും ആസ്വദിച്ച് ദ്രവ്യാഗ്രഹത്തിൽ മുഴുകി യാതൊരു ദാക്ഷിണ്യവും ദയവുമില്ലാതെ ആളുകളെ പീഡിപ്പിച്ച് കൈക്കൂലി വാങ്ങിക്കൂട്ടി അഴിമതി നടത്തി വ്യഭിചാരം ചെയ്ത് സുഖലോലുപതയിൽ മുഴുകി വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം പാപത്തെ പെരുപ്പിച്ച് അനേകർക്ക് മാർഗതടസ്സമുണ്ടാക്കി സാക്ഷ്യം നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ സകല പാപ വഴികളിലും ഊടാടി സഞ്ചരിച്ച് ജീവിതത്തെ ആസ്വദിച്ച പാപത്തിൽ ജീവിച്ച ഒരു പറ്റം ജനത ഈ പാലം കടന്ന് അക്കരെ എത്തുമ്പോ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് എറിയപ്പെടും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാൽ പറയും. എന്നാൽ ആളെ അറിയാൻ ഇതൊന്നും മതിയാകില്ല. ഒരാളെ അറിയണമെങ്കിൽ ആ ആളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണം. ഹല്ലേലൂയാ. യേശുവിനെ അറിയണമെങ്കിൽ യേശുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണം. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവൻ കടലിന്റെ മേതെ നടന്നവനാണ്, കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തവനാണ്, കുരുടന് കാഴ്ച കൊടുത്തവനാണ്, ചെകിടന് കേൾവി കൊടുത്തവനാണ്, ഊമന് സംസാരശേഷി കൊടുത്തവനാണ്, തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ചവനാണ്, മരിച്ചവനെ ഉയർപ്പിച്ചവനാണ്, മുടന്തനെ നടത്തിയവനാണ്, പ്രകൃതി ശക്തികളെ വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചവനാണ്. ഹല്ലേലൂയാ. ഇനി നമ്മുടെ പുരുഷന്മാർക്ക്, വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെ കുറിച്ച്. അവൻ വെള്ളം വീഞ്ഞാക്കിയവനാണ്. അതുകൊണ്ട് അവര് അത് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ആയതിനു വേണ്ടി സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 16-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ തിരുവചനം ആ സങ്കീർത്തനത്തിലെ അവസാനത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത്, അവിടെ പാടുന്നത്, സങ്കീർത്തകൻ പാടുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അവിടെ നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവമേ, ജീവന്റെ വഴി അവിടുന്ന് എനിക്ക് കാണിച്ചു തരും. അവിടെ തിരുസന്നിധിയിൽ സന്തോഷപരിപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വഴിയെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തകൻ സംസാരിക്കുന്നത്. ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന വഴിയുടെ പേര് ജീവന്റെ വഴി എന്നാണ്.
കർത്താവേ, അവിടുന്ന് ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും. കർത്താവ് കാണിച്ചു തരുന്ന ജീവന്റെ വഴിയിലൂടെ ഞാൻ നടക്കും. കർത്താവ് ലക്ഷ്യമിട്ടിരിക്കുന്നിടത്ത് ഞാൻ എത്തും, അഥവാ തിരുസന്നിധിയിൽ ഞാൻ എത്തും. അവിടെ എത്തി അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ വരുമ്പോൾ സന്തോഷ പരിപൂർണത ഞാൻ അനുഭവിക്കും. അവിടുത്തെ വലതുഭാഗത്ത് ഞാൻ ഇരിക്കും. അവിടെ വർണ്ണനാതീതമായ പ്രമോദങ്ങൾ, ആനന്ദങ്ങളുണ്ട് എന്നാണ് സങ്കീർത്തകൻ പാടുന്നത്. ഇവിടെ ഒരു വഴിയെക്കുറിച്ച് പറയുമ്പോൾ ആ വഴിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത് ജീവന്റെ വഴി എന്നാണ്. ഇനി കേൾക്കുക, ജീവന്റെ വഴി ഉണ്ടെങ്കിൽ മറുവശത്ത് മരണത്തിൻ്റെ വഴിയും ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ ലോകത്ത് ഒരു മനുഷ്യന് നടക്കുവാൻ 2 വഴികൾ വിരിച്ചിടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയുടെ പേരാണ് ജീവന്റെ വഴി. രണ്ടാമത്തെ വഴിയുടെ പേര് മരണത്തിൻ്റെ വഴി എന്നാണ്. ഈ 2 വഴികളും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ്. നേർരേഖയിലാണ് ഈ 2 വഴികളും സഞ്ചരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ജീവിത യാത്രാ വഴികളാണ് എന്ന് തിരിച്ചറിയണം. ഇതിലേതെങ്കിലും ഒരു വഴിയിലൂടെ മാത്രമേ ഒരാൾക്ക് ഒരു സമയത്ത് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നുകിൽ ജീവന്റെ വഴിയിലൂടെ, അല്ലെങ്കിൽ മരണത്തിൻ്റെ വഴിയിലൂടെ. ജീവന്റെ വഴിക്കുള്ള പ്രത്യേകത, അത് വളരെ ഇടുങ്ങിയ വഴിയാണ്, നാരോ ആയിട്ടുള്ള വഴിയാണ്. ആ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധമുള്ള മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ തിരുവചനം യേശു മശീഹ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്: ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. ഹല്ലേലൂയ. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതുമാണ്. അപ്പോൾ ജീവന്റെ വഴി ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. അതുവഴി കടന്നു പോവുക വളരെയേറെ പ്രയാസമാണ്. എന്നാൽ മറുപുറത്തുള്ള വഴി വിശാലമായ വഴിയാണ്, വളരെയധികം വീതിയുള്ള വഴിയാണ്. അത് മരണത്തിൻ്റെ വഴിയാണ്, പാപാസ്വാദനങ്ങളുടെ വഴിയാണ്. ആ വഴിയിലൂടെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഈ ഇടുങ്ങിയ വഴിക്ക് വീതി വളരെ കുറവാണെങ്കിലും ആ വഴിയിൽ ഒട്ടും തിക്കും തിരക്കുമില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, വളരെ അപൂർവമായി ആരെങ്കിലും അതുവഴി കടന്നുപോയാലേ ഉള്ളൂ. അത് ഞെരുക്കത്തിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്, സ്നേഹത്തിൻ്റെ വഴിയാണ്, സമർപ്പണത്തിൻ്റെ വഴിയാണ്, സ്വയപരിത്യാഗത്തിൻ്റെ വഴിയാണ്. അത് പാപത്തെ ഉപേക്ഷിച്ചവരുടെ വഴിയാണ്, നീതിമാർഗം തിരഞ്ഞെടുത്തവരുടെ വഴിയാണ്, സമർപ്പിതരുടെ വഴിയാണ്. ഹല്ലേലൂയ. ആ വഴിക്ക് വീതി വളരെ കുറവാണെങ്കിലും തിക്കും തിരക്കുമില്ല. അപൂർവമായിട്ടേ അതുവഴി ആളുകൾ കടന്നു പോകാറുള്ളൂ. എന്നാൽ വിശാലമായ വഴി, മരണത്തിൻ്റെ വഴി, അതിന് വീതി ഒരുപാടുണ്ടെങ്കിലും അതുവഴി ധാരാളം ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര തിക്കും തിരക്കുമാണ്. അത് പാപത്തിൻ്റെ വഴിയാണ്, മരണത്തിൻ്റെ വഴിയാണ്, പകയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്ന് ശീലത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, അശ്ലീല കാഴ്ചയുടെ, ലോക ഇമ്പങ്ങളുടെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ, കൈക്കൂലിയുടെ, തട്ടിപ്പിൻ്റെ, വെട്ടിപ്പിൻ്റെ, നീതികേടിൻ്റെ മാർഗമാണ്. ഈ സ്വഭാവങ്ങളെല്ലാം കൈവശമുള്ളവർ സ്വാഭാവികമായും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിശാലമായ വഴിയിലൂടെയാണ്. ആമേൻ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ദൈവമേ, ഇതിലേതോ ഒരു വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വഭാവവും നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ ഉള്ളിലിരിപ്പുമൊക്കെ വെച്ച് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കുക,
ഞാനിതിലേതു വഴിയിലാണ് നടക്കുന്നത് എന്ന്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ചങ്കുറപ്പുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ? അത് പറയാൻ ചങ്കുറപ്പുണ്ടാകുന്നില്ലെങ്കിൽ സംശയം വേണ്ട, നടക്കുന്നത് വിശാലമായ വഴിയിലൂടെയാണ്. പിന്നെ ആളുകൾ ഇങ്ങനെ ന്യായം പറയും, ഞാൻ വല്ലപ്പോഴുമൊക്കെ വിശാലമായ വഴിയിലേക്ക് മാറാറുണ്ടെങ്കിലും ഭൂരിപക്ഷം സമയവും ഞാൻ നടക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ IMS-ൽ വന്നത്, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്നത്. മനസാക്ഷിയോട് ചോദിക്കുക, ജീവിതം ശുദ്ധമുള്ളതാണോ? മനസാക്ഷി ശുദ്ധമുള്ളതാണോ? ഉള്ളിൽ എല്ലാവരോടും സ്നേഹമാണോ? ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായ വിദ്വേഷമോ വെറുപ്പോ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? അത് വീട്ടിലുള്ള ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും സഹിക്കാനും എല്ലാവരോടും ചേർന്ന് മുന്നേറുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തർക്കം വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വിശാലമായ പാപത്തിന്റെ വഴിയിലൂടെയാണ്. സ്വന്തം ജീവിതത്തെ തിരുത്തുവാനുള്ള കാഹളമാണ് ഇവിടെ മുഴങ്ങുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നമ്മൾ തന്നെ തിരുത്തിയിട്ടില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മനുഷ്യന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്, ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും എന്ന്. ദൈവം എല്ലാവരെയും ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ തിരഞ്ഞെടുപ്പിനനുസരിച്ചുള്ള വിധിയാണ് ദൈവം വിധിക്കുക എന്ന് തിരിച്ചറിയണം. നിയമാവർത്തന പുസ്തകത്തിന്റെ 30-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം ഇവിടെ വളരെ ശ്രദ്ധേയമായി പഠിക്കേണ്ടതാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനം. മോശ ദീർഘദർശി മുഖാന്തിരം പിതാവായ ദൈവം ഇസ്രയേൽ ജനത്തോട് അരുൾ ചെയ്തത് എന്തെന്നാൽ, ഇതാ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വയ്ക്കുകയാണ്. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ അവകാശമായിരിക്കും. എന്നിട്ട് മോശയിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ജീവൻ വേണമോ മരണം മതിയോ? അനുഗ്രഹം വേണമോ ശാപം മതിയോ? 2 വാക്കുകൂടെ അച്ഛൻ അതിനോട് ചേർക്കുകയാണ്. സ്വർഗം വേണമോ നരകം മതിയോ? ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക, നീ തിരഞ്ഞെടുക്കുക. ദൈവ പൈതലെ, നീ തീരുമാനിക്കുന്നത്, നീ തിരഞ്ഞെടുക്കുന്നത് നിന്റെ അവകാശമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമ്മളാണ്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതായിരിക്കും ഭാവിയിൽ നമുക്ക് അവകാശമായി തീരുക. ജീവൻ തിരഞ്ഞെടുത്തവർക്ക് നിത്യജീവനിൽ ഓഹരി കിട്ടും. അനുഗ്രഹം തിരഞ്ഞെടുത്തവർക്ക് നിത്യമായി അനുഗ്രഹം കിട്ടും. എന്നാൽ മരണം തിരഞ്ഞെടുത്തവർ നിത്യമരണത്തിൽ ചെന്ന് വീഴും. ശാപം തിരഞ്ഞെടുത്തവർ നിത്യമായ ശാപഗ്രസ്തരായി പോകും. സ്വർഗം തിരഞ്ഞെടുത്തവർ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ഉല്ലസിക്കും. നരകം തിരഞ്ഞെടുത്തവർ നിത്യാഗ്നിയിൽ അതിവേദനപ്പെടേണ്ടി വരും. ഇവിടെ ഈ ജഡശരീരത്തിനുള്ളിൽ വസിക്കുന്ന കാലത്ത് ഈ ഭൗമലോകത്ത് വെച്ച് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ നാളെ എന്താകണമെന്ന് തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ നമുക്ക് വരുന്ന നഷ്ടത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങൾ മുടങ്ങാതെ ഈ ധ്യാനത്തിന് വരുന്നവരാണ്, ഇത് കേൾക്കുന്നവരാണ് എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. എന്നാൽ ഇക്കണ്ട കാലമത്രയും ഈ ധ്യാനത്തിന് വന്നിട്ട് ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടോ? വ്യക്തതയോടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ ഇന്നാണ് അത് നടത്തേണ്ട ദിവസം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് നടത്താൻ അവസരം കിട്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്താതെ പോയാൽ, തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിനുശേഷം വരുന്ന അനർത്ഥങ്ങൾക്ക് ദൈവം ഉത്തരവാദിയാകയില്ല. ധ്യാനകേന്ദ്രം നടത്തുന്ന പുരോഹിതരാരും ഉത്തരവാദികളാവുകയില്ല.
ഇവിടുത്തെ പ്രേക്ഷിതരാരും ഉത്തരവാദികളാവുകയില്ല. തിരഞ്ഞെടുപ്പ് നടത്തിയതാരോ അവരാണ് ഉത്തരവാദികൾ. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവത്തിന്റെ ശ്രേഷ്ഠതയേറിയ തിരുവചനം കേട്ടുകൊണ്ട് കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വ്യക്തതയോടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനൊക്കില്ല. കാരണം മരണം പതിയിരിക്കുന്ന ലോകമാണ്, മരണം പതിയിരിക്കുന്ന കാലമാണ്. ആര് എവിടെ വെച്ച് എപ്പോൾ ഏതു വേഷത്തിൽ വന്ന് ഏതു രൂപത്തിൽ വന്ന് മരണം പിടികൂടി പടിയിറക്കി കൊണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രമെങ്കിൽ നാം എത്ര നിസ്സാരരാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെട്ടിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കവും അതിനുവേണ്ടിയുള്ള കരുതലും നമുക്കുണ്ടായിരിക്കണം. സത്യം പറഞ്ഞാൽ നാം ഒരുങ്ങേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മരിക്കാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ അസഹ്യത കൊണ്ടാണോ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരായിട്ടിരിക്കുന്നത്? ഇത് അച്ഛൻ്റെ ദൈവം തന്ന ശൈലിയാണ്. ഹല്ലേലൂയ. ഈ പ്രഷറിലാണ് അച്ഛൻ എപ്പോഴും സംസാരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം കാണില്ല ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊന്നും. അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ചിലരൊക്കെ രാവിലെ കഴിക്കാത്തത് കൊണ്ടാണോ കഴിച്ചത് അധികമായി പോയത് കൊണ്ടാണോ ചാഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉണർന്ന് ഇരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നത് മരണത്തിന്റെ മാലാഖ പടികടന്നെത്തുന്ന നിമിഷമേതാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. നാം കട്ടിലിൽ വിശ്രമിക്കുമ്പോഴാണോ, കസേരയിൽ ഇരിക്കുമ്പോഴാണോ, വഴിയിൽ നടക്കുമ്പോഴാണോ, പള്ളിയിൽ പോകുമ്പോഴാണോ, ധ്യാനകേന്ദ്രത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ, കർത്തൃമുമ്പിൽ പ്രാർത്ഥന നടത്തുമ്പോഴാണോ, തീർത്ഥാടനത്തിന് പോകുമ്പോഴാണോ, ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, കൈക്കൂലി വാങ്ങാൻ കൈ നീട്ടുമ്പോഴാണോ, കള്ളയൊപ്പിടുവാൻ പേന ചലിപ്പിക്കുമ്പോഴാണോ, ഇനി അതുമല്ല നാം ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുമ്പോഴാണോ, ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കാണോ, വള്ളത്തിൽ കയറി വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴാണോ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണോ, ഒരു കേസ് പറയാൻ വേണ്ടി, അതും കള്ളക്കേസ് പറയാൻ വേണ്ടി കോടതി വരാന്തയിൽ നിൽക്കുമ്പോഴാണോ, എപ്പോഴാണ് മരണത്തിന്റെ മാലാഖ വാറണ്ടുമായി അടുത്തു വരുന്നതെന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി ജീവിതത്തെ ക്രമപ്പെടുത്തി മനസ്സിനെ ഉറപ്പിച്ച് വിശ്വാസത്തിന്റെ സ്ഥൈര്യം പ്രാപിച്ച് പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി കർത്താവിനോട് ചേരുവാൻ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഛേദം വരുമെന്നറിയുക. ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാത്ത ഒരാളും എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തേണ്ട ഇടത്ത് എത്തുകയില്ലെന്നറിയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന, ഓൺലൈനിലൂടെ കേൾക്കുന്ന സകല വിശ്വാസികളും തീരുമാനമെടുത്തേ മതിയാകൂ. ഹല്ലേലൂയ. ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. ജീവന്റെ വഴി വേണോ, മരണത്തിന്റെ വഴി വേണോ, അനുഗ്രഹത്തിന്റെ വഴി വേണോ, ശാപത്തിന്റെ വഴി വേണോ, സ്വർഗത്തിലേക്കുള്ള വഴിയെ പോകണമോ, നരകത്തിലേക്കുള്ള വഴിയെ പോകണമോ? നമ്മുടെ ജീവിത ശൈലി അത് അടയാളപ്പെടുത്തുമല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ രണ്ടു പേർക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ എന്താണെന്ന് രണ്ടു പേർക്ക് കൃത്യമായിട്ടറിയാം. ഒന്നാമത്തെ ആൾ ഞാൻ തന്നെയാണ്, രണ്ടാമത്തെ ആൾ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. അത് സംബന്ധിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. 119 സങ്കീർത്തനത്തിലെ 168 തിരുവചനം, കർത്താവേ, എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പിലിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, കർത്താവേ, എൻ്റെ വഴികളെല്ലാം അവിടുത്തെ മുമ്പിൽ ഇരിക്കുന്നു. അവിടുന്ന് കാണാതെ ഞാൻ ഒരു വഴിയും ഇന്നു വരെ നടന്നിട്ടില്ല, ഇനി ഒട്ട് നടക്കാനുമൊക്കില്ല. ഇവിടെ കുറെ അമ്മമാർ വന്നിട്ടുണ്ടല്ലോ, പലവട്ടം പ്രസവിച്ചവരായിരിക്കുമല്ലോ. നിങ്ങൾ ഗർഭം ധരിച്ച കുഞ്ഞിനെ
നിങ്ങൾ കണ്ടതെന്നാണ്. 9 മാസം 9 ദിവസം കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വഹിച്ച് കൊണ്ടു നടന്ന് ഒടുവിൽ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിനെ പ്രസവിച്ച ശേഷമാണ് ഈ അമ്മമാരെല്ലാം സ്വന്തം മക്കളെ കണ്ണാലെ കണ്ടത്. അതുവരെ അവർക്കറിയാം എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ താലോലിച്ചിട്ടുണ്ട്, താരാട്ട് പാടിയിട്ടുണ്ട്, വാത്സല്യിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അമ്മ കുഞ്ഞിനെ കണ്ടത് ഡെലിവറിക്ക് ശേഷമാണ്. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളും ഉരുവായ ആദ്യ നിമിഷം മുതൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ആയിരുന്ന അവസ്ഥയിൽ അവൻ നമ്മെ കണ്ടിട്ടുണ്ട്. ദൈവം പോയതും വന്നതും ഇരുന്നതും നിന്നതും തിന്നതും കുടിച്ചതും കിടന്നതും പ്രിയപ്പെട്ടവരെ പറഞ്ഞതും കേട്ടതും ധ്യാനിച്ചതും മനനം ചെയ്തതും മനസ്സിലാക്കിയ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവന് നമ്മുടെ സകല വഴികളും അറിയാം. ഈ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ജീവന്റെ വഴിയാണ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനോഹരമായി വേഷം കെട്ടി ആടുന്നു പലരും. ദൈവവചനം ചുമക്കുന്നു പലരും. വായിൽ നിറയെ ഹല്ലേലൂയായും സ്തോത്രവും ഉള്ളു നിറയെ സൂത്രവും കൊണ്ട് നടക്കുന്നു പലരും. മനസാന്തിരപ്പെട്ടിട്ടില്ല, അനുതപിച്ചിട്ടില്ല, തെറ്റുതിരുത്തിയിട്ടില്ല, പിണക്കം അവസാനിപ്പിച്ചിട്ടില്ല, വൈരാഗ്യം വിട്ടിട്ടില്ല, രഹസ്യ പാപങ്ങളോട് വിട പറഞ്ഞിട്ടില്ല, കണ്ണിനെ നിയന്ത്രിച്ചിട്ടില്ല, മനസ്സിന് കടിഞ്ഞാണിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ലാഞ്ചനകളിലൂടെ പ്രയാണം തുടരുമ്പോഴും വിശുദ്ധനാണ് ഞാൻ, വിശുദ്ധയാണ് ഞാനെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ നാം കെട്ടിയാടുന്ന വേഷങ്ങളെല്ലാം തമ്പുരാന് നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് മുഴുവനായും നമ്മുടെ വഴികളൊക്കെ കണ്ടിരിക്കുന്നു എന്നറിയുക. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നത്, കർത്താവിന്റെ കണ്ണ് എല്ലായിടവുമുണ്ട്. ആമേൻ. ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, പാതാളത്തിലുണ്ട്. ഞാൻ നടന്ന ഊടുവഴികളിലെല്ലാം കർത്താവിന്റെ കണ്ണുകൾ ഉണ്ട്. ആകാത്തവരെയും നല്ലവരെയും തമ്പുരാന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അകത്തെ മനുഷ്യനെ കർത്താവിനറിയാം. നമ്മുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അറിയില്ല, നിശ്ചയമായിട്ടും അറിയില്ല. കൂടെ വസിക്കുന്ന ജീവിത പങ്കാളിക്ക് അറിയില്ല, കൂടപ്പറപ്പുകൾക്ക് അറിയില്ല, മക്കൾക്കറിയില്ല, മാതാപിതാക്കൾക്കറിയില്ല. ഒരാളുടെ മനനമണ്ഡലത്തിൽ അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ത്രാണി നമുക്ക് ആർക്കുമില്ല. തൊട്ടടുത്തിരിക്കുന്നയാൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ അറിവും കഴിവുമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ തമ്പുരാൻ അറിയാം. ആമേൻ. ഞാനും നിങ്ങളും എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് തൽക്ഷണം അറിയാൻ കഴിയുന്ന ഒരാളാണ് ദൈവം. അതുകൊണ്ട് തമ്പുരാനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജോബിന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും ദൈവം കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവത്തെ ഒളിച്ച് തന്നിഷ്ടപ്രകാരം രഹസ്യമായി ഒരു വഴി തിരഞ്ഞെടുത്ത് അതുവഴി നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. നടന്നാൽ തമ്പുരാനത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ ഇടങ്ങളും അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയേ മതിയാകൂ. ഹല്ലേലൂയ. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഈ 2 വഴികളും പാരലായിട്ടാണ് പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നേർരേഖയിലാണ് ഈ 2 വഴികളും പോകുന്നത്. ഇടുങ്ങിയ വഴിയും വിശാലമായ വഴിയും. ഏത് വഴിയിലൂടെ വേണമെങ്കിലും നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും വഴി മാറാനും സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ പരമാർത്ഥം, ഈ വഴി 2ഉം അങ്ങ് ദൂരെ ചെല്ലുമ്പോൾ ഒരു പാലത്തിലോട്ട് കയറും. ഒറ്റ പാലമേ ഉള്ളൂ. വിശാലമായ വഴിയിലൂടെ പോകുന്നവരും ഈ പാലം കയറി അക്കരയ്ക്ക് പോകണം. ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നവരും ഈ പാലം കയറി അക്കരയ്ക്ക് പോകണം. പാലം ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരായിപ്പോയില്ലേ,
ഏത് വഴിയിലൂടെ നടന്നാലും ചെന്ന് കയറുന്നത് ഒരു പാലത്തിലേക്കാണെങ്കിൽ ഏതിലെ പോയാലെന്താ കുഴപ്പം? പാലത്തിൽ ചെന്ന് കയറാലോ എന്ന് നിങ്ങളുടെ അന്ധക്കരണം മന്ത്രിക്കുന്നത് എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. വിധി എഴുതാൻ വരട്ടെ. ഈ പാലത്തിനൊരു പേരുണ്ട്. പാലത്തിൻ്റെ പേര് ശവപ്പെട്ടി എന്നാണ്. മഞ്ച. ഇവിടെ എന്താ പേര് പറയുക അതിന്? ശവപ്പെട്ടി കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ നല്ല കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ് വെളുത്ത കുരിശ് മുന്നിലും പുറകിലും പ്രിന്റ് ചെയ്ത് സൈഡിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നെഴുതിയ പെട്ടികളായിരുന്നു. ഇപ്പം നല്ല തേക്കിൻ്റെ നല്ല ഈട്ടിയുടെ ഒക്കെ ഡിസൈനുള്ള സൂപ്പർ പെട്ടികളാണ്. ഓ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുന്നവരും ഒരു ദിവസം ചെന്ന് ഈ പാലത്തിൽ കയറണം. വിശാലമായ വഴിയിലൂടെ നടക്കുന്നവരും ഒരു ദിവസം ചെന്ന് ഈ പാലത്തിൽ കയറണം. അപ്പൊ പാലം മനസ്സിലായില്ലേ? ആമേൻ. ഒരു പാലമേ ഉള്ളൂ. ആ പാലത്തിന്റെ പേര് ശവപ്പെട്ടി എന്നാണ്. നമ്മുടെ പാലം പണി തീർന്നിട്ടുണ്ടാകുമോ? പലരും ഞെട്ടി. ഉറങ്ങിയിരുന്നവരൊക്കെ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റു. എപ്പോഴാ പാലം കയറേണ്ടെന്നതിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഉടനെ ഒന്നും ഇല്ലച്ചാന്ന് ഇവിടെ ആരോ പറഞ്ഞു. വെറും തോന്നലാ. ചിലപ്പോൾ ഇന്നാകാം, ചിലപ്പോൾ നാളെയാകാം, നിവൃത്തിയില്ല. അച്ഛൻ പറഞ്ഞില്ലേ, മരണത്തിന്റെ മാലാഖ വന്ന് വാറണ്ട് കയ്യിൽ തന്ന് ചുമലിൽ കൈവച്ചാൽ കൂടെ പോകണം. വചനം പറയുന്നു 39-ാം സങ്കീർത്തനത്തിൽ, എത്ര ബലവാനായ മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ചകത്തേക്ക് എടുക്കാൻ ഒത്തില്ലെങ്കിൽ ആളെ പെട്ടിയിലേക്ക് എടുക്കുമെന്നല്ലേ പ്രമാണം. ഇത്രയല്ലേ ഉള്ളൂ ഞാനും നിങ്ങളും. അപ്പൊ തീരുമാനമെടുക്കണ്ടേ? വേണ്ടേ? ഈ പാലം കയറേണ്ടത് എപ്പോഴാണെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് സദാ ഇപ്പോഴും ഒരുങ്ങിയിരിക്കണം. പാലം കയറി അക്കരെ ചെല്ലുമ്പോൾ വീണ്ടും കഥ മാറും. പാലം കയറി അക്കരെ ചെന്നാൽ വഴി വീണ്ടും രണ്ടായി പിരിയും. ഹല്ലേലൂയാ. അവിടെയാണ് നമ്മൾ ഞെട്ടുക. ഇവിടെ ഇടുങ്ങിയ വഴിയിലൂടെ കഷ്ടപ്പെട്ട് ഞെരങ്ങി നിന്ന പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ഒറ്റപ്പെടൽ സഹിച്ച് അനേകരുടെ ആക്ഷേപം സ്വീകരിച്ച് ലോകത്തെ വെറുത്ത് പാപത്തെ വെറുത്ത് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവവചനം ധ്യാനിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ വേല ചെയ്ത് മദ്യപിക്കാതെ പുകവലിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ലോക സുഖങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവിക പ്രമാണമനുസരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ സ്നേഹത്തിന്റെ മാർഗത്തിൽ ദൈവ വഴി മുറുകെ പിടിച്ച് ലോകത്തോട് പോരാടി നടന്ന ദൈവത്തിന്റെ പ്രിയ മക്കൾ പാലം കടന്ന് അക്കരെ ചെന്നാൽ വിശാലമായ ഒരു വഴിയിലേക്കാണ് ചെന്ന് കാലുവെക്കുക. ഹല്ലേലൂയാ. ആ വഴി ഇരുട്ട് ലെവലേശമില്ല. ഹല്ലേലൂയാ. അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ. അവിടെ മാലാഖമാർ കയ്യിൽ കുരുത്തോലകളുമേന്തി പാട്ടുപാടുന്നുണ്ട്. അവിടെ വാദ്യഘോഷങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവിടെ വിശുദ്ധന്മാരുടെ വലിയ സംഘമുണ്ട്. ആർപ്പോടെ, നൃത്തത്തോടെ, പാട്ടോടെ, സ്തുതികളോടെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും പ്രകാശം കൂടിക്കൂടി വരികയാണ്. ആ യാത്ര അങ്ങനെ മുന്നോട്ട് പോയി മഹാപ്രകാശത്തിലേക്ക് ചെല്ലുകയാണ്. മഹാപ്രകാശം സ്വർഗത്തിന്റെ കവാടമാണ്. ഹല്ലേലൂയാ. അതിനപ്പുറത്ത് നിത്യ ആനന്ദമാണ്, നിത്യ സ്വർഗമാണ്, നിത്യതയാണ്. ഹല്ലേലൂയാ. ഇവിടെ ഇടുങ്ങിയും ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും വേദന സഹിച്ചും നിന്ന പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയും പാപത്തെ വെറുത്ത് ജീവിച്ച ദൈവത്തിന്റെ വാത്സല്യ മക്കൾക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത്, മരണത്തിനപ്പുറം കരുതപ്പെട്ടിട്ടുള്ളത് മഹാപ്രകാശത്തിന്റെ, മഹാസന്തോഷത്തിന്റെ, അവർണ്ണനീയമായ ആനന്ദത്തിന്റെ, കണ്ണുനീരില്ലാത്ത നിത്യസ്വർഗമാണ്. എന്നാൽ ഇവിടെ വിശാലമായ വഴിയിലൂടെ പാപസുഖങ്ങളെ ആസ്വദിച്ച് എല്ലാവരോടും തമ്മിത്തല്ലുകൂടി ആവശ്യം പോലെ മദ്യപിച്ച് എല്ലാ ജഡസുഖങ്ങളും ആസ്വദിച്ച് ദ്രവ്യാഗ്രഹത്തിൽ മുഴുകി യാതൊരു ദാക്ഷിണ്യവും ദയവുമില്ലാതെ ആളുകളെ പീഡിപ്പിച്ച് കൈക്കൂലി വാങ്ങിക്കൂട്ടി അഴിമതി നടത്തി വ്യഭിചാരം ചെയ്ത് സുഖലോലുപതയിൽ മുഴുകി വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് പകരം പാപത്തെ പെരുപ്പിച്ച് അനേകർക്ക് മാർഗതടസ്സമുണ്ടാക്കി സാക്ഷ്യം നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ സകല പാപ വഴികളിലും ഊടാടി സഞ്ചരിച്ച് ജീവിതത്തെ ആസ്വദിച്ച
പാപത്തിൽ ജീവിച്ച ഒരു പറ്റം ജനത ഈ പാലം കടന്ന് അക്കരെ എത്തുമ്പോ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് എറിയപ്പെടും. ആ വഴിയിൽ കൂരിരുട്ടാണ്, കണ്ണിൽ കുത്തിയാൽ കാണാത്ത കൂരിരുട്ട്. ചെന്ന് ചവിട്ടുന്നത് കനൽക്കട്ടകളിലേക്കാണ്, പഴുത്തു കിടക്കുന്ന കനൽക്കട്ടകളിലേക്ക്. പാമ്പുകൾ പുളയുന്ന സീൽക്കാര ശബ്ദം അവിടെ കേൾക്കുന്നു. അവ ശരീരത്തിലൂടെ പുളഞ്ഞു കയറുന്നു. അവ ശരീരത്തിലുടനീളം ആഞ്ഞു കൊത്തുന്നു. വിഷം ശരീരത്തിൽ പടരുന്നു. പ്രാണവേദന കൊണ്ട് പിടയുന്നു. പക്ഷെ പ്രാണൻ പോകുന്നില്ല. താഴേക്ക് ചെല്ലുന്തോറും അധമ പാതാളത്തിന്റെ കൂരിരുട്ടാണ്. അവിടെ സന്തോഷമില്ല, സുഖമില്ല, ആനന്ദമില്ല. കണ്ണുനീരാണ്, ദീനരോധനങ്ങളാണ്, ആക്രോശങ്ങളാണ്, നിലവിളികളാണ്, ശാപവാക്കുകളാണ്, കൂരിരുട്ടാണ്, വേദന മാത്രമാണ്. അതിന്റെ അവസാനം നിത്യനരകത്തിന്റെ അധമപാതാളത്തിന്റെ അടിയിലേക്ക് ഈ മനുഷ്യൻ നടന്നു പോകേണ്ടി വരും. ഇവിടെ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ബാക്കിയാണ് മരണത്തിനപ്പുറം അവകാശമായി കിട്ടുക. ഹല്ലേലൂയാ. ഇനി ഒന്ന് ചോദിക്കട്ടെ, പിണങ്ങരുത്. ഇപ്പോഴത്തെ കയ്യിലിരിപ്പും ഇപ്പോഴത്തെ സ്വഭാവവുമൊക്കെ വെച്ച് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ യാത്ര തുടർന്നാൽ പാലം കയറി അക്കരെ ചെല്ലുമ്പോൾ ഏത് വഴിയിലേക്ക് പോകേണ്ടി വരും? ഉത്തരം പറയൂന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞേനെ. അച്ഛാ, ഞാൻ വിശാലമായ വഴിയിലേക്ക് അവിടെ ചെന്ന് പ്രവേശിച്ച് ദൈവത്തെ കാണുമെന്ന് പറഞ്ഞേനെ. ആരും പറഞ്ഞില്ല. പറയാതിരുന്നപ്പോൾ പറയാതെ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അച്ഛാ, പോക്ക. ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഞാൻ ആ അധമപാതാളത്തിൻ്റെ കൂരിരുട്ട് നിറഞ്ഞ വഴിയിലേക്ക് ചെന്ന് വീഴും. ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ട നിലയ്ക്ക് നമുക്കിതിവിടെ അങ്ങ് അവസാനിപ്പിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തീരുമാനമായില്ലേ? നാളെ എന്താകുമെന്ന് തീരുമാനമായില്ലേ? ഇങ്ങനെ പോയാൽ മതിയോ? ഒന്ന് പറഞ്ഞേക്കൂ. ഇങ്ങനെ പോയാൽ മതിയോ? തിരുത്തപ്പെടേണ്ടതല്ലേ? ഹല്ലേലൂയാ. വ്യക്തതയോടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം ദൈവമക്കൾ. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എൻ്റെ തിരഞ്ഞെടുപ്പിന് ദൈവം അടിയൊപ്പ് വെച്ച് തരും. അതാണ് ദൈവം നടത്തുന്ന ന്യായവിധി. ഹല്ലേലൂയ. ദൈവം എൻ്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അച്ഛാ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല, ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ചില മനുഷ്യർ പറയുന്ന ഒരു ചൊല്ലാണത്. ആലപ്പുഴക്കാരും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? വ്യത്യാസമുണ്ടോ? ഇല്ല. അച്ഛാ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും കാര്യമില്ല, ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ കിട്ടത്തുള്ളൂ. ഈ ധാരണ മനസ്സിലിട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിതയാത്ര നടത്തുന്നതെങ്കിൽ നിങ്ങൾ വലിയ ഭോഷത്വമാണ് ചിന്തിച്ചു കൂട്ടുന്നത്. ദൈവം ആർക്കു വേണ്ടിയും ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചു വച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ തിരഞ്ഞെടുപ്പാനുള്ള അവകാശം അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. കുഞ്ഞെ, ജീവൻ വേണമോ? നീ അത് തിരഞ്ഞെടുക്ക്. ഞാൻ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് തരാം. നീ ജീവനിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. മരണം മതിയോ? നീ അത് തിരഞ്ഞെടുക്ക്. അടിയിൽ ഞാൻ ഒപ്പിട്ട് തരാം. നീ നിത്യമരണത്തിൽ പ്രവേശിക്കും. നിനക്ക് അനുഗ്രഹം മതിയോ? നീ അത് തിരഞ്ഞെടുക്ക്. അടിയിൽ ഞാൻ ഒപ്പിട്ട് തരാം. നീ നിത്യാനുഗ്രഹം പ്രാപിക്കും. നിനക്ക് ശാപം മതിയോ? എങ്കിൽ നീ അത് തിരഞ്ഞെടുക്കുക. ഞാൻ ഒപ്പിട്ട് തരാം. നീ നിത്യ ശാപഗ്രസ്തനായി പോകും. അല്ല, നിനക്ക് സ്വർഗം വേണമോ? നീ അത് തിരഞ്ഞെടുക്ക്. ഞാൻ അടിയൊപ്പിട്ട് തരാം. നീ നിത്യസ്വർഗത്തിൽ എന്നോടുകൂടെ നിത്യത മുഴുവൻ ആനന്ദിക്കും. അല്ല, നിനക്ക് നിത്യ നരകം മതിയോ? നീ അത് തിരഞ്ഞെടുക്ക്. ഞാൻ അടിയൊപ്പിട്ട് തരാം. നീ തന്നെ അതിൻ്റെ ഉത്തരവാദി. നിത്യനരകത്തിലെ അധമപാതാളത്തിലെ അസ്തമിക്കാത്ത മഹാവേദനയിൽ നീ നിന്റെ ജീവിതത്തെ എന്നേക്കുമായി തള്ളിയിടും. ഞാനല്ല ഉത്തരവാദി, നീയാണ്. നിന്റെ ഇംഗിതത്തിന് ഞാൻ എതിര് നിൽക്കില്ല. നിന്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ ചോദ്യം ചെയ്യില്ല. നിന്നെ ഞാൻ വെല്ലുവിളിക്കില്ല. നീ തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ അടിയൊപ്പിട്ട് തരും. അതാണ് എൻ്റെ ജോലി എന്ന് ദൈവം പറഞ്ഞാൽ, ദൈവമക്കളെ, ശരിക്കും ന്യായവിധി നടത്തുന്നത് ആരാ? ദൈവമാണോ ഞാനാണോ? എൻ്റെ ന്യായവിധി നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരുടെയും ന്യായവിധി നടത്തുന്നത് നിങ്ങൾ തന്നെയാണ്.
ഹല്ലേലൂയ. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്നറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്നറിഞ്ഞുകൊള്ളുക. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയേറിയ തിരുവചനം ഇതാണ് ന്യായവിധി നടത്തുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഇന്ന് നടത്തണം. ജീവൻ വേണമോ, മരണം മതിയോ? അനുഗ്രഹം വേണമോ, ശാപം മതിയോ? സ്വർഗം വേണമോ, നരകം മതിയോ? തിരഞ്ഞെടുക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണിയാണോ ഇരിക്കുന്നത്? ആണോ? ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ല. കഴിച്ചു. അത് കഴിച്ചു എന്നും പറയുന്നില്ല, കഴിച്ചില്ലെന്നും പറയുന്നില്ല. പിന്നെ ഞാൻ എന്ത് നിരൂപിക്കണം? കഴിച്ചു. കഴിച്ചതിൻ്റെ ക്ഷീണമായിരിക്കും അല്ലേ? ഇവിടെ ഇരുന്നൊരു സഹോദരി കുറച്ച് നേരമായിട്ട് എന്നെ ശല്യം ചെയ്യുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ, ചുമ്മാ വിളിക്കുക. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണേ, അതിൻ്റെ ഇടയിലാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്നേച്ചാ എന്ത് ചെയ്യാൻ പറ്റും? ദൈവമക്കളെ, ആദ്യമേ അച്ഛൻ പറഞ്ഞു ഉണർന്നിരിക്കണം. ഉച്ച കഴിഞ്ഞാണ് പ്രഭാഷണമെങ്കിൽ ഉറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. ഈ രാവിലെ ഉറങ്ങുന്ന മനുഷ്യരെ, ആമീൻ. ചിലപ്പോൾ ഭയങ്കര ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? സാരമില്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തണം. ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞു, ജീവന്റെ വഴിയെക്കുറിച്ച് അല്ലേ? എന്താണ് ജീവന്റെ വഴി? ആ വഴി ഏതാണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ആ വഴി ഇന്ന് തിരഞ്ഞെടുക്കാൻ. ഏതാണ് ആ വഴി? യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ ഇങ്ങനെ പഠിപ്പിച്ചു: ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യേശു മിശിഹ പറഞ്ഞതാണ്. അപ്പോൾ വഴി ആരാ? നിങ്ങളൊന്നും വേണ്ടി തരുമോ? ആരാണ് വഴി? യേശു മിശിഹായാണ് വഴി. ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായാണ് എൻ്റെ വഴി. കർത്താവ് പറഞ്ഞു ഞാനാണ് വഴി. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ വഴി ഏതാണ്? യേശു മിശിഹായാണ് വഴി. ഈ വഴി നിങ്ങൾക്കറിയാമോ? ഈ വഴി അറിഞ്ഞാലേ ഈ വഴി നടക്കാൻ പറ്റത്തുള്ളൂ. ഈ വഴി അറിയണമെങ്കിൽ ആദ്യം ഈശോയെ അറിയണം. ഹല്ലേലൂയ. യേശുവിനെ അറിയണം. ഈശോയെ കുറിച്ചറിഞ്ഞാൽ പോരാ, ഈശോയെ അറിയണം. ഹല്ലേലൂയ. അത് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരാളെ കുറിച്ചറിയുന്നതും ഒരാളെ അറിയുന്നതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒരാളെ കുറിച്ചറിയാൻ എളുപ്പമാണ്. അയാളെക്കുറിച്ച് ഏതെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ ആൾ താമസിച്ചിരുന്ന നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ മതി. എന്നാൽ ആളെ അറിയാൻ ഇതൊന്നും മതിയാകില്ല. ഒരാളെ അറിയണമെങ്കിൽ ആ ആളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണം. ഹല്ലേലൂയ. യേശുവിനെ അറിയണമെങ്കിൽ യേശുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കണം. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവൻ കടലിൻ്റെ മേതെ നടന്നവനാണ്, കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തവനാണ്, കുരുടന് കാഴ്ച കൊടുത്തവനാണ്, ചെകിടന് കേൾവി കൊടുത്തവനാണ്, ഊമന് സംസാരശേഷി കൊടുത്തവനാണ്, തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ചവനാണ്, മരിച്ചവനെ ഉയർപ്പിച്ചവനാണ്, മുടന്തനെ നടത്തിയവനാണ്, പ്രകൃതി ശക്തികളെ വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചവനാണ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ പുരുഷന്മാർക്ക്, വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട് യേശുവിനെ കുറിച്ച്. അവൻ വെള്ളം വീഞ്ഞാക്കിയവനാണ്. അതുകൊണ്ട് അവര് അത് നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, യേശുവിനെ അറിയുന്നതും യേശുവിനെ കുറിച്ചറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാം. യേശുവിനെ അറിഞ്ഞവർ, യേശു മിശിഹായെ അറിഞ്ഞവർ
അവന്റെ മുമ്പിൽ വരുന്നത് ആരാധിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. എന്നെ ഊനമില്ലാതെ പിറക്കുമാറാക്കിയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉള്ളങ്കരത്തിൽ വഹിച്ച് എന്നെ കാത്തു പരിപാലിച്ച ദൈവമേ അങ്ങേക്ക് സ്തുതി, ഹല്ലേലൂയ. എനിക്ക് തന്ന വിവേകത്തിനായി, എനിക്ക് തന്ന ബുദ്ധിക്കായി, എനിക്ക് പഠിക്കാൻ തന്ന കഴിവിനായി, എനിക്ക് തന്ന ഉദ്യോഗത്തിനായി, എനിക്ക് തന്ന വരുമാനത്തിനായി, എനിക്ക് തന്ന കുടുംബത്തിനായി, എനിക്ക് തന്ന തലമുറകൾക്കായി, എനിക്ക് തന്ന ജീവിത സാധ്യതകൾക്കായി ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞവർ ദൈവ മുമ്പിൽ വരുന്നത് ആരാധിക്കാനാണ്. വേറെ ഉദ്ദേശം അവർക്കില്ല. പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് അവരുടെ ഉള്ളിൽ. ദൈവത്തെ കുറിച്ചറിഞ്ഞവർ, ഈശോയെ കുറിച്ചറിഞ്ഞവർ ഈശോയുടെ മുമ്പിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിവേദനം കൊടുക്കാനാണ്. നിവേദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കടബാധ്യത മാറ്റി തരണം, കേട് തീർത്തു തരണം, ജപ്തി നോട്ടീസ് ഒഴിവാക്കി തരണം, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചു തരണം, നല്ലൊരു വീട് പണിത് തരണം, കർത്താവേ എൻ്റെ കിണർ കുത്തി ആവശ്യത്തിന് വെള്ളം തരണം, എൻ്റെ മക്കളെ വിദേശത്തെത്തിക്കണം, പരീക്ഷയിൽ വിജയം നൽകണം, വിവാഹം തക്ക കാലത്ത് നടക്കണം, ഇഷ്ടപ്പെട്ടയാളെ കെട്ടാൻ പറ്റണം, കുഞ്ഞുങ്ങളുണ്ടാകണം, പെൺകുഞ്ഞുങ്ങൾ വേണ്ട, ആൺകുഞ്ഞുങ്ങൾ മാത്രം മതി. ഇങ്ങനെയുള്ള നിവേദനങ്ങളുമായി ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നവർക്ക് ദൈവത്തെ അറിയില്ല. അവർക്കറിയാവുന്നത് ദൈവത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? നിങ്ങൾക്ക് ഈശോയെ അറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിവേദനങ്ങൾ ഉണ്ടാകില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഒരു നിവേദനങ്ങളും ഉണ്ടാകില്ല. പറഞ്ഞാൽ തീരാത്ത നന്ദി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, വർണ്ണിച്ചാൽ തീരാത്ത നന്ദിയുണ്ട് എനിക്ക് നിന്നോട്. കാരണം നിന്നതല്ല ഞാൻ, നിർത്തിയതാണ് എന്നെ. അവിടുന്ന് നിർത്തിയതാണ് എന്നെ. വന്നതല്ല ഞാൻ, കൊണ്ടുവന്നതാണ് എന്നെ. അവിടുന്ന് കൊണ്ടുവന്നതാണ് എന്നെ. ഞാൻ ആയതല്ല, നീ എന്നെ ആക്കിത്തീർത്തതാണ്. ഹല്ലേലൂയ. കൃപ, 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 കൃപ. വർണ്ണിച്ചാൽ തീരാത്ത കൃപ. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ അറിഞ്ഞവർക്ക് ആരാധന മാത്രമേ ഉണ്ടാകുകയുള്ളൂ, നിവേദനങ്ങൾ ഉണ്ടാകില്ല. നിവേദനങ്ങളാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ അറിയില്ല, യേശുവിനെ കുറിച്ച് മാത്രമേ അറിയാവൂ. അറിയേണ്ടവനെ അറിയണം. ഹല്ലേലൂയ. ഈശോയെ അറിയണം. അവൻ എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിർമ്മിച്ച ദൈവമാണ്. ഊനം തട്ടാതെ എന്നെ ഭൂമിയിൽ പിറക്കുമാറാക്കിയ ദൈവമാണ്. ഞാൻ ഈ ലോകത്തിന്റെ പാപമൊഴികളിൽപ്പെട്ട് പാപമരണത്തിന് അടിമയായി പോയപ്പോൾ പാപിയായ എന്നെ പരിത്രാണം ചെയ്യുവാൻ പരത്തിൽ നിന്ന് പാരിൽ ഇറങ്ങി വന്ന സ്നേഹവാനാണ്. ഹല്ലേലൂയ. 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ ഒരു നരനായി എന്നെ പ്രതി ജീവിച്ച ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ പാപത്തിന്റെ സകല ശിക്ഷയും സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി ഭാരമേറിയൊരു മരക്കുരിശുമായി കാൽവരി കയറിയവനാണ്. ഹല്ലേലൂയ. എന്റെ ശിരസിൽ ഞാൻ ഏറ്റുവാങ്ങേണ്ട എന്റെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മുൾക്കിരീടം സ്വന്തം ശിരസിൽ ഏറ്റുവാങ്ങിയവനാണ്. ഹല്ലേലൂയ. എന്റെ കൈകളിലും കാലുകളിലും അടിക്കപ്പെടേണ്ട ആണി സ്വന്തം കൈകളിലെ ഏറ്റുവാങ്ങി എന്നെ അതിൽ നിന്ന് വിടുവിച്ച് രക്ഷിച്ചവനാണ്. ഹല്ലേലൂയ. എന്റെ ശരീരം ചമ്മട്ടി കൊണ്ടും ചാട്ടവാർ കൊണ്ടും ഉഴുതുമറിക്കേണ്ട സ്ഥാനത്ത് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് സ്വന്തം ശരീരം ഉഴുതുമറിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഒടുവിൽ കാൽവരി ക്രൂസിൽ 2 കള്ളന്മാരുടെ മധ്യേ പരിഹാസപാത്രമായി അവൻ എനിക്ക് പകരം തൂക്കപ്പെട്ട് എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തയാഗമായി ചങ്ക് പിളർന്ന് ചോരയൂറ്റി പ്രാണൻ വെച്ച് എനിക്ക് പകരം മരിച്ച് എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. വർണ്ണിച്ചാൽ തീരാത്ത വീണ്ടെടുപ്പിന്റെ ഈ അനുസ്മരണങ്ങൾ എന്റെ ഉള്ളിൽ ഇരമ്പിയാർത്തെത്തുമ്പോൾ ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? വർണ്ണിച്ചാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് അവിടുന്ന് എനിക്ക് തന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും, ഇടതടവില്ലാതെ സ്തുതിക്കും, ആരാധിച്ച് സ്തോത്രം ചെയ്യും. എനിക്ക് പരാതികളില്ല, എനിക്ക് പരിഭവങ്ങളില്ല, എനിക്ക് കുറ്റപ്പെടുത്തലുകളില്ല, എനിക്ക് ആക്ഷേപങ്ങളില്ല. ഞാൻ ദൈവത്തെ ഒട്ടും വേദനിപ്പിക്കുന്നില്ല. എല്ലാം തമ്പുരാൻ തന്നതാണ്. ഹല്ലേലൂയ. എനിക്ക് തമ്പുരാൻ തന്നതിൽ ഏറ്റവും വലുത് എനിക്ക് പാപക്ഷമ കിട്ടി എന്നുള്ളതാണ്. എൻ്റെ പാപത്തിന് പകരം അവൻ പ്രായശ്ചിത്തയാഗമായി മരിച്ചു എന്നുള്ളതാണ്. അതിനാൽ എൻ്റെ മരണം മാറിപ്പോയി എന്നുള്ളതാണ്. എനിക്ക് പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം കിട്ടി എന്നുള്ളതാണ്. എനിക്ക് പരദേശയിൽ ഓഹരി കിട്ടി എന്നുള്ളതാണ്. എനിക്ക് സ്വർഗത്തിൽ അവകാശം കിട്ടി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത്ര വലിയ വിടുതൽ എനിക്ക് തന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞെങ്കിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. സ്തോത്രം.
മടുത്തോ? നിങ്ങളാരും ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. പരിചയമുള്ള ശീലമുള്ള ഒരു ശൈലിയല്ലല്ലോ നിങ്ങൾ കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓഫായി പോകുന്ന പോലൊരു തോന്നല്. ഹല്ലേലൂയ. ചാർജായിട്ടിരിക്കണം, ഓഫായി പോകരുത്. ദൈവത്തിന് സ്തുതി. ദൈവമക്കളെ, ഈ മോശ ദീർഘദർശി മോസസ് ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് നിന്നോട് പറയണമെന്ന് എന്നെ പറഞ്ഞു ഏൽപ്പിച്ചു വിട്ടിരിക്കുക. ആരാധനയ്ക്കായി ഈ ജനത്തെ വിട്ടയക്കണം. ഉടനെ ഫറവോ മോശയോട് തിരിച്ച് ഒരു കാര്യം ചോദിച്ചു. മോശ, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം, നീ ഈ പറയുന്ന ദൈവത്തെ എനിക്കറിയില്ല. നീ പറഞ്ഞല്ലോ ദൈവം പറഞ്ഞു വിട്ടയക്കണമെന്ന്. നീ ഈ പറഞ്ഞ ദൈവത്തെ എനിക്ക് അറിയില്ല, എനിക്ക് ഒരു പരിചയവുമില്ല. ഫറവോ പറഞ്ഞത് സത്യമാണ്. ആമേൻ. അവൻ ഈ ദൈവത്തെ അറിയില്ല. എന്നാൽ മറ്റൊരാൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഫറവോ പറഞ്ഞു, നീ പറയുന്ന ദൈവത്തെ എനിക്ക് അറിയില്ല. പൗലോസ്ലീഹ പറഞ്ഞു, ഈ ദൈവത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളിതിൽ ആരുടെ പക്ഷത്താ? ദൈവത്തെ അറിയണം. ദൈവമക്കളെ, ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ ഈശോ മിശിഹായുടെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ 3-ാമത്തെ തിരുവചനത്തിൽ ഈശോ മിശിഹ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവേ, ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു മിശിഹായെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഹല്ലേലൂയാ. ഏക സത്യ ദൈവമാകുന്ന അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന ഈശോ മിശിഹായെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അറിയുന്നത്, ആമേൻ, അറിയുന്നതാണ് നിത്യജീവൻ. നിങ്ങൾക്ക് പിതാവിനെ അറിയാമോ? നിങ്ങൾക്ക് ഏകജാതനായ മിശിഹായെ അറിയാമോ? നിങ്ങൾക്ക് ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ റൂഹായെ അറിയാമോ? ഈ അറിവാണ് നിത്യജീവൻ. ഹല്ലേലൂയാ. ആകയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്ത് കർത്താവ് യേശു മിശിഹായുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഈ ധ്യാന കേന്ദ്രത്തിലെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ കർത്താവ് യേശു മിശിഹായുടെ പാദപീഠത്തിൽ ഇരുന്ന് ശ്രേഷ്ഠതയേറിയ തിരുവചനങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഈശോയെ അറിയണം. അതാണ് പ്രധാനം. ആമേൻ, ആമേൻ, ഹല്ലേലൂയാ. 119-ാമത്തെ സങ്കീർത്തനത്തിലെ 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു ബാലകൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നടപ്പിനെ, വഴികളെ നിർമ്മലമാക്കുന്നതെങ്ങനെ? ഒരു ബാലകൻ, ഒരു ബാലിക. ഉത്തരം: ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ തിരുവചനത്താൽ തൻ്റെ വഴികളെ സൂക്ഷിക്കുന്ന ബാലകൻ അതിനെ നിർമ്മലമായി കാത്തുപരിപാലിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കൗമാര യൗവനങ്ങളെ കുറിച്ച് നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടേണ്ടതുണ്ട്. ദൈവാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. ധ്യാന കേന്ദ്രങ്ങളിൽ അവർ പോകാറേയില്ല, കൊണ്ടുപോകാറുമില്ല. കുഞ്ഞുങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണും കൊടുത്ത് വീട്ടിലിരുത്തിയിട്ട് മാതാപിതാക്കൾ നടന്ന് ഉഴറി പ്രാർത്ഥിക്കുകയാണ്. പ്രയോജനം കിട്ടുമോ? കിട്ടുമോ? എല്ലാവരും പോയോ? ഇല്ല. ഉത്തരം കിട്ടില്ല, പ്രയോജനം കിട്ടില്ല. സ്മാർട്ട് ഫോണിലാണ് ഇന്നത്തെ തലമുറ. അതിനടിമകളായി പോയിരിക്കുന്നു. അതിനകത്ത് ഗെയിമുകളും കൂത്തുകാഴ്ചകളും കണ്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഈ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്.
ഈ വെക്കേഷൻ കാലത്ത് കുഞ്ഞുങ്ങളെ എന്താണ് പരിശീലിപ്പിക്കുന്നത്? പലരും കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നു, ഓർഗൻ പഠിപ്പിക്കുന്നു, ഗിറ്റാർ പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നു, കരാട്ടെ പഠിപ്പിക്കുന്നു, കുങ്ഫു പഠിപ്പിക്കുന്നു, ഫുട്ബോൾ പഠിപ്പിക്കുന്നു, ക്രിക്കറ്റ് പഠിപ്പിക്കുന്നു. വചനം പഠിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ടോ? അതാണ് ശാശ്വതമായത്, അതാണ് പ്രധാനപ്പെട്ടത്. ഒരു പൈതൽ വളർന്നു വരുമ്പോൾ തൻ്റെ നടപ്പ് വഴികളെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ തിരുവചനം അവർ പഠിക്കണം. ഹല്ലേലൂയ. അതവരുടെ ഹൃദയത്തിൽ ഉൾനടത്തക്കവണ്ണം അവരെ പഠിപ്പിക്കണം. അങ്ങനെ വന്നാൽ ഈ ജനറേഷൻ വഴിതെറ്റിപ്പോവുകയില്ല. ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു കുഞ്ഞും വഴിതെറ്റിപ്പോകയില്ല, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല, പ്രമാണലംഘനങ്ങൾ നടത്തുകയില്ല, പാപത്തിനിടം ജീവിതത്തിൽ കൊടുക്കുകയില്ല, അധമപാതാളത്തിലേക്ക് ടിക്കറ്റ് എടുക്കുകയില്ല, നാശയോഗ്യമായ വഴി സഞ്ചരിക്കുകയില്ല, പെറ്റമ്മയുടെ ഗർഭപാത്രത്തിൽ കത്തിയിറക്കുകയില്ല, അപ്പന്റെ കണ്ടനാളത്തിൽ അവൻ കത്തി വെക്കുകയില്ല. ദൈവവചനത്തിൽ ഉൾനട്ട് വളരണം. ആമേൻ. എല്ലാവരും ഓഫായി പോയോ? ഹല്ലേലൂയ. 119 സങ്കീർത്തനം 27, 33 തിരുവചനങ്ങൾ പറയുന്നു, കർത്താവേ, അവിടുത്തെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. അവിടുത്തെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ അങ്ങയുടെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. ഹല്ലേലൂയ. പ്രമാണങ്ങളുടെ വഴി, ദൈവവചനപ്രകാരമുള്ള വഴി, അതാണ് നാം കണ്ടെത്തേണ്ടത്. അതിന് വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കണം, വചനം വായിച്ച് ധ്യാനിക്കണം, വചനം പ്രഘോഷിക്കുന്നത് കേൾക്കണം, വചനത്തെ ഹൃദയസ്ഥമാക്കണം, വചനപ്രകാരം ജീവിതത്തെ പണിയണം. ഹല്ലേലൂയ. വീണ്ടും 119 സങ്കീർത്തനത്തിലെ 30 തിരുവചനത്തിൽ സങ്കീർത്തകൻ പാടുന്നു, കർത്താവേ, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാർഗം എന്ന് വെച്ചാൽ വഴി. വിശ്വസ്തതയുടെ വഴി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുത്തെ വിധികളെ എൻ്റെ മുമ്പിൽ ഞാൻ വച്ചിരിക്കുന്നു. അപ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ട വഴിയുടെ പേര് വിശ്വസ്തതയുടെ വഴി എന്നാണ്. ജീവന്റെ വഴി അത് വിശ്വസ്തതയുടെ വഴിയാണ്. ജീവന്റെ വഴി അത് തിരുവചനപ്രകാരമുള്ള വഴിയാണ്. ജീവന്റെ വഴി അത് മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണം. എന്നാൽ ആധുനിക ലോകത്തെ മനുഷ്യൻ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുന്നവനാണ്. അതിനെക്കുറിച്ച് സുഭാഷിതങ്ങളിൽ ഒരു വചനമുണ്ട്, 14 അധ്യായത്തിൻ്റെ 12 തിരുവചനം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി നേരെന്ന് തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. നിങ്ങൾ മടുത്തോ? ഇല്ല. ഒരു വഴി നിങ്ങളിങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വഴി രണ്ടായിട്ട് പിരിയുന്നു. ഒരു വഴിയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഈ വഴി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്, അഥവാ കുറുക്കു വഴിയാണ്. ഇതുവഴി പോയാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ ലാഭിക്കാം. പക്ഷേ ഈ വഴി പോകരുത്, വഴിയിൽ സിംഹമുണ്ട്. അപ്പുറത്തേക്കുള്ള വഴിയിലൂടെ പോയാൽ 3 മണിക്കൂർ ലേറ്റായിട്ട് ലക്ഷ്യത്തിലെത്തുകയുള്ളൂ, കൂടുതൽ ദൂരം നടക്കണം. തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയമാണ്. ഈ വിവേകമുള്ള ആളുകൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ എന്താ ചെയ്യുക? ഓ, ഞാൻ വിവേകമുള്ള ആളുകൾ എന്താ ചെയ്യാന്ന് ചോദിച്ചത്. നിങ്ങൾക്കത് ഇല്ലാന്നാണോ നിങ്ങളിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്? വിവേകമുള്ള ആളുകൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ എന്താ ചെയ്യുക? സിംഹമുള്ള വഴിയിലൂടെ അങ്ങ് പോയേക്കാം എന്ന് വിചാരിക്കും. പിന്നെ എളുപ്പ 3 മണിക്കൂർ നേരത്തെ അക്കരെ ചെല്ലാം. എഴുതി വച്ചിട്ടുണ്ടെന്ന് ഓർത്ത് സത്യമാവണമെന്നുണ്ടോ? ഇതിലെ അങ്ങ് പോയാൽ എന്താ കുഴപ്പം? എന്തു വരാൻ? അങ്ങ് പോകും. ആണോ? ആ പോട്ടെ, വിവേകമുള്ള മനുഷ്യരെ വിട്ടു. നിങ്ങളാണെങ്കിൽ ഏത് വഴി തിരഞ്ഞെടുക്കും? ദൂരം കൂടിയ വഴി തിരഞ്ഞെടുക്കുമോ, കുറുക്ക് വഴി തിരഞ്ഞെടുക്കുമോ?
ആരും ഒന്നും പറയുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ ഞങ്ങൾ കുഴപ്പത്തിലാകും, മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടാമെന്നാണ് വിചാരം. പക്ഷെ തമ്പുരാൻ കാര്യം മനസ്സിലായി. ഇന്നത്തെ ജനറേഷന്റെ പ്രത്യേകത പിന്നെ സിംഹം, ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ സിംഹത്തിന് ഞാൻ പിടികൊടുക്കാൻ പോവുക, എൻ്റെ കയ്യിൽ എന്തൊക്കെ അഭ്യാസമുണ്ട്, ഞാൻ ഇതിലെ തന്നെ പോവും. പുറപ്പെട്ടിട്ട് 3 മാസമായി, 3 മണിക്കൂറല്ല 3 മാസമായി, അക്കരെ എത്തിയിട്ടില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സിംഹം അവനെ തിന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ദൂരം കൂടിയ വഴിയിലൂടെ ഈ ഉപദേശം സ്വീകരിച്ച് നടന്നവർ സുരക്ഷിതരായി അക്കരെ എത്തിയിട്ടുണ്ട്. ചോദിക്കട്ടെ, ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നി, ഇതാണ് ശരിയായ വഴി എന്നൊരു മനുഷ്യന് സ്വയം തോന്നിയാൽ അതിൻ്റെ അവസാനം എന്താന്ന് പറഞ്ഞത്? മരണത്തിൻ്റെ വഴികളാണ്. ഇതാണ് അച്ഛൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് വഴി തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വലിയ ഛേദം വരും. സ്വന്തം താല്പര്യത്തിന് വഴി തിരഞ്ഞെടുത്ത് വീട്ടാനാകാത്ത നഷ്ടം വന്നുപോയ ഒരുപാട് പേരുടെ ചരിത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതില് ആദ്യം വഴിതെറ്റി നഷ്ടം വന്നയാളുടെ പേര് ആദാമെന്നാണ്. അവ്വാമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മിസ്റ്റർ ആദാമിനെ അറിയില്ല നിങ്ങൾ? ഇല്ല, ആദാമിനെ കണ്ടിട്ടില്ല. പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറയാം, ആദാമിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആദാമിനെ കാണിച്ചു തരും. വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ മതി. ആ കാണുന്ന മനുഷ്യന്റെ പേരാണ് ആദാം. നിങ്ങൾ അവ്വാമ്മച്ചയെ കണ്ടിട്ടുണ്ടോ സഹോദരിമാരെ? ഇല്ലേ? കണ്ണാടി നോക്കിയാൽ മതി. ആമേൻ. എന്താ സംഗതി? ദൈവം അവരുടെ മുമ്പിൽ ഒരു വഴി വരച്ചിട്ടിട്ടുണ്ട്. അത് ദൈവത്തോട് കൂടെയുള്ള വഴിയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെയുള്ള സ്നേഹ കൂട്ടായ്മയുടെ, സ്വർഗീയ ആരാധനയുടെ, മഹാമഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ, എന്താ പറയുക, വർണ്ണിക്കാനാകാത്ത ഉല്ലാസങ്ങളുടെ വഴിയാണ് ദൈവം അവരുടെ മുമ്പിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പാമ്പ് വന്നത്. പാമ്പ് സ്നേഹിച്ചുകൂടി മധുരം പുരട്ടി അവ്വാമ്മച്ചിയോട് പറഞ്ഞു, വേറൊരു വഴി ഞാൻ കാണിച്ചു തരാം, ഇതാണ് നല്ല വഴി. അവ്വാമ്മച്ചിക്ക് തോന്നി ഇതാണ് നല്ല വഴി. ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നി. അവള് പാമ്പ് പറഞ്ഞത് കേട്ട് ദൈവത്തെ വിട്ട് ആ വഴി തെരഞ്ഞെടുത്തു. എന്നാ പറ്റി? ഉള്ളതൊക്കെ പോയി. ഈ പഴവും കൈ പിടിച്ച് അവ്വാമ്മച്ചി പാവ ആദാമിനെയും പറ്റിച്ചു. ആദാമും അത് തിന്നു, വഴി തെറ്റിപ്പോയി. എന്തൊക്കെ നഷ്ടങ്ങളാണ് വന്നത്! ഏദൻ പർദീസ നഷ്ടപ്പെട്ടു, തേജസ്സിന്റെ അങ്കി ഉരിഞ്ഞുപോയി, ദൈവം അവർക്ക് കൊടുത്ത പൗരോഹിത്യം നഷ്ടപ്പെട്ടു, ദൈവം അവർക്ക് കൊടുത്ത രാജത്വം നഷ്ടപ്പെട്ടു, ഏദനിലെ വാസം നഷ്ടപ്പെട്ടു, ദൈവ ആരാധന നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവർക്ക് കിട്ടാവുന്ന സകല അനുഗ്രഹങ്ങളും അന്ന് നഷ്ടപ്പെട്ടു. ഒരു വഴി ചൊവ്വെന്ന് തോന്നി തെരഞ്ഞെടുത്തതാ, ഒടുവിൽ നഷ്ടം മാത്രം. ദൈവം അതെല്ലാം മശിഹായുടെ ക്രൂശിലെ യാഗത്താൽ വീണ്ടെടുത്തു കൊടുത്തു. വർണ്ണിച്ചു നിൽക്കാൻ നേരമില്ല, സമയം ശീഘ്രം പോവുക. എൻ്റെ മുമ്പിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്, എനിക്ക് വാണിംഗ് തരാൻ വേണ്ടി. ഇതിൻ്റെ സൂചി ശീഘ്രം കറങ്ങിക്കൊണ്ടിരിക്കുക, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് 5 മിനിറ്റ് കൂടിയേ സമയമുള്ളൂ. പറയാനുള്ളത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ രാജസിംഹാസനത്തിലിരുന്ന് ഇസ്രയേൽ രാജ്യം ഭരിച്ച ഒരു രാജാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ആരാന്നറിയോ? പുതിയ നിയമം പോലും അറിയില്ല ഞങ്ങൾക്ക്. അന്നേരം അച്ഛൻ പഴയ നിയമം ചോദിക്കുന്നതെന്ന്. ആ രാജാവിൻ്റെ പേര് ആഹാബ് എന്നാണ്. എന്താണ്? ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ രാജകൊട്ടാരത്തിൽ, ഈ സിംഹാസനത്തിലിരുന്ന രാജ്യം ഭരിച്ച ഭയങ്കര ആർഭാടപ്രിയനായിരുന്നു. ഈ മനുഷ്യൻ ഭയങ്കര കൊള്ളക്കാരനായിരുന്നു, തൻ്റെ പ്രജകളെ കൊള്ളയടിക്കുന്നവനായിരുന്നു. നാബോത്ത് എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട കൃഷിഫലന്റെ മുന്തിരിത്തോട്ടം ബലാത്കാരേണ പിടിച്ചെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവനെ കള്ളക്കേസിൽ കുടുക്കി കല്ലെറിഞ്ഞു കൊന്നിട്ട് അവന്റെ മുന്തിരിത്തോട്ടം ബലാത്കാരേണ പിടിച്ചെടുത്ത് അവിടെ ഉദ്യാനമുണ്ടാക്കി ആഘോഷിച്ച ആളാണ് ആഹാബ്. ഇതിനെല്ലാം ഒത്താശ ചെയ്തത് ആഹാബിന്റെ മഹാറാണിയായിരുന്ന ഒരു പെണ്ണ. പേര് പറയാവോ? ഇസബെല്ല. അവൾ ഭയങ്കര മിടുക്കിയായിരുന്നു. അവളായിരുന്നു ആഹാബിന്റെ സ്ക്രൂ തിരിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ എന്നാ പറ്റിയെന്നറിയാമോ? തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി. ആർഭാടത്തിന്റെ വഴി, അഹങ്കാരത്തിന്റെ വഴി, കൊലപാതകത്തിന്റെ വഴി, നിഗളത്തിന്റെ വഴി, കള്ളസാക്ഷികളുടെ വഴി. ഇത് തെരഞ്ഞെടുത്ത ആഹാബിന്റെ ഇസ്രായേലിന്റെ അന്ത്യം അറിയാമോ?
ആഹാബ് യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോ എതിർപടയാളി അയച്ച ഒരു അമ്പ് അവന്റെ ചങ്ക് പിളർന്ന് കയറിപ്പോയി. അവൻ ആ തേർത്തട്ടിലേക്ക് കമിഴ്ന്നടിച്ച് വീണു. അവന്റെ ചങ്കിലെ ചോര മുഴുവൻ ആ തേർത്തട്ടിൽ തളം കെട്ടിക്കിടന്നു. രാജാവ് മരിച്ചു. അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പിന്നീട് അധികാരമേറ്റവൻ പറഞ്ഞപ്പോ അവൻ മരിച്ചു കിടന്ന തേരിന്റെ ചക്രം വട്ടം ഒടിഞ്ഞു കിടക്കുക. അതിൽ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവന്റെ പിണം മറ്റൊരു തേരിലേക്ക് മാറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോ ഇവന്റെ ചങ്കിൽ നിന്നൊഴുകിയ ചോര തേർത്തട്ടിൽ തളം കെട്ടി കിടക്കുകയാണ്. അരയടി മുക്കാലടി പൊക്കത്തിൽ. തെരുവ് പട്ടികൾ വന്ന് അവന്റെ ചങ്കിലെ ചോര നക്കി കുടിച്ച് ദാഹം തീർത്തു. ഒരു രാജാവിന്റെ രക്തം തെരുവ് പട്ടി കുടിച്ചു. എന്തേ സംഗതി? വഴിതെറ്റിപ്പോയി. ഇനി അവന്റെ മഹാറാണി ഇസബെല്ലയുടെ കഥ അറിയാമോ? കൊട്ടാരത്തിന്റെ 3-ാം തട്ടിൽ നിന്ന് അവളെ താഴേക്ക് വലിച്ചെറിഞ്ഞു. തല കുത്തിയാണ് വീണത്. ചിതറിപ്പോയി. അവളുടെ നെഞ്ചിലൂടെ കുതിരയോടിച്ച് യേഹു കൊട്ടാരത്തിൽ കയറി. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് മഹാരാജാവിന്റെ കബറടക്ക സമയത്ത് ഇസബെല്ലയെയും കൊണ്ടുവന്ന് ഒരുമിച്ച് കബറടക്കാമെന്ന് ഉത്തരവായി. പടയാളികൾ തെരുവിൽ ചെന്നപ്പോഴേ 3 കഷ്ണം എല്ല് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി മുഴുവൻ പട്ടി തിന്നുപോയി. ഒരു വഴി ചുവന്ന് തോന്നി തിരഞ്ഞെടുത്താൽ അവസാനം മരണവഴിയാണ്. തിരഞ്ഞെടുപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ഛേദം വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം ഉണ്ടാവണം. യേശുക്രിസ്തുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? കേട്ടില്ല. 12. ആലപ്പുഴക്കാരൊക്കെ വളരെ ശാന്തരായ മനുഷ്യർ. എന്ത് സൗമ്യമായിട്ടാണ് ഉത്തരം പറയുന്നത്. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എങ്ങാൻ വന്ന 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് താമസിച്ചേനെ. എന്ത് ശാന്തരായ മനുഷ്യരാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ മിശിഹായ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു ഇല്ലേ? ഈ 12 ശിഷ്യന്മാരും ഈശോയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഈശോയുടെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം ചെയ്ത കൂട്ടത്തിൽ ഇസ്കോരിയോത്തോ യൂദായും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? വഴിതെറ്റിപ്പോയി. ദ്രവ്യാഗ്രഹത്തിന്റെ വഴി തെരഞ്ഞെടുത്തു ഇസ്കാരിയറ്റ്. എന്താ പറ്റിയേ? 3 മുഴം കയറിൽ കെട്ടിഞ്ഞാന്ന് ചത്തു. ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ? കെട്ടിഞ്ഞാന്നപ്പോ ചത്തില്ല എന്നുള്ളതാണ്. കയറ് പൊട്ടിപ്പോയി. താഴെ വെട്ടി നിർത്തിയ ഒരു കൂർത്ത കുറ്റിയിലേക്ക് വന്ന് വയറ് കുത്തിയാ വീണത്. വയറ് പിളർന്നു, കുടൽമാല പുറത്തിയാടി. 3 രാവും 3 പകലും അവിടെ ചീഞ്ഞ് പുഴുത്ത് നാറിക്കിടന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷമാ ഇവൻ ചത്തത്. സ്വന്തം വഴി തെരഞ്ഞെടുത്ത് തെറ്റിപ്പോയപ്പോ അനർത്ഥം വന്ന വഴി കണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാലേ ഛേദം വരും. ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. വഴി തെരഞ്ഞെടുക്കാതെ ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും, ഈ മീഡിയയുടെ മുമ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും വഴുതി പോകാൻ പറ്റില്ല. തീരുമാനം എടുക്കണം. ഇനി വേദവസ്തം പറയുന്ന വേറെ ഒരു വലിയ കക്ഷിയുണ്ടല്ലോ, അവന്റെ പേരാണ് സാംസൺ. കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കഴുതയുടെ താടികല്ല് കൊണ്ട് 1000 പട്ടാളക്കാരെ തല്ലിക്കൊന്നവൻ. ഒരു ബാലസിംഹത്തെ വെറും കൈ കൊണ്ട് പൂച്ചക്കുട്ടിയെ പിടിക്കും പോലെ പിടിച്ച് കീറിക്കളഞ്ഞവൻ. മഹാമല്ലൻ. പക്ഷെ വഴിതെറ്റിപ്പോയി. ഒരു മദിരാക്ഷിയുടെ മടിയിൽ, ഒരു വേശ്യാസ്ത്രീയുടെ മടിയിൽ അവൾ ഊറ്റിക്കൊടുത്ത് മദ്യവും കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങി. അവന്റെ ശക്തി ചോർന്നുപോയി. അവൻ ബന്ധിക്കപ്പെട്ടു. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവനെ അവസാനം അടിമയാക്കി. ഈ സാംസൺ എങ്ങനെയാ അവസാനം മരിച്ചെന്നറിയോ? അച്ഛാ, ഞങ്ങൾ സാംസന്റെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല, അതുകൊണ്ട് കഥ അറിയില്ല. സാംസൺ എങ്ങനെയാ മരിച്ചെന്നറിയോ? സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ഒരു വലിയ കെട്ടിടത്തിന്റെ തൂണിൽ പിടിച്ച് വലിച്ച് അത് തലയിലേക്ക് വീഴ്ത്തി. കൂടെ ഉണ്ടായിരുന്ന 3000 പേരും കൂടെ കൊന്നു. തന്നെത്താൻ കൊല്ലുമായിരുന്നു. ഇങ്ങനെയാണോ ദൈവത്തിന്റെ ന്യായാധിപൻ മരിക്കേണ്ടത്? എന്താ സംഭവം? വഴിതെറ്റിപ്പോയി. തെറ്റായ വഴി തിരഞ്ഞെടുത്തവരുടെയൊക്കെ അവസാനം മഹാകഷ്ടത്തിലാണ്. അതുകൊണ്ട് വാത്സല്യ മക്കളെ, ഇന്നൊരു തിരഞ്ഞെടുപ്പ് നടത്തണം. ജീവന്റെ വഴി മുമ്പിലുണ്ട്, മരണത്തിന്റെ വഴി മുമ്പിലുണ്ട്, അനുഗ്രഹത്തിന്റെ വഴി മുമ്പിലുണ്ട്, ശാപത്തിന്റെ വഴിയും മുമ്പിലുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി മുമ്പിലുണ്ട്, നരകത്തിലേക്കുള്ള വഴിയും മുമ്പിലുണ്ട്. ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുപ്പ് നടത്തുക. ഇനി ഒരവസരം കിട്ടിയില്ലെങ്കിലോ?
അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ പാലം പണി തീർന്നിരിക്കുവാണെങ്കിലോ? സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ ചിരിക്കണത്. നമുക്ക് നിശ്ചയമില്ല. ഇപ്പോഴാണ് സമയം. ഒരിക്കൽ കൂടെ പറയാം, ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തേണ്ടിടത്ത് എത്തില്ലെന്നറിയുക. കരുതിക്കൊള്ളുക, ജീവിതത്തെ ക്രമപ്പെടുത്തുക, പാപത്തോട് വിട പറയുക, വിശുദ്ധിയുടെ മാർഗം തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. സകല തിന്മകളും സകല തെറ്റുകളും സകല അശുദ്ധികളും ഇവിടെ വെച്ച് ഇന്ന് ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഇവിടെ വെച്ച് ജീവന്റെ വഴി തിരഞ്ഞെടുക്കുക, മരണത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.